സിഗ്നേച്ചർ ലേണിംഗിന്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് KSEBിയുടെ ഇലക്ട്രിസിറ്റി വർക്കർ അതായത് മസ്ദൂറിന്റെ ഷുവർ ഷോട്ട് സീരീസുമായിട്ടാണ്. അപ്പോൾ ഈ ഷുവർ ഷോട്ട് സീരീസ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ ചില ടോപ്പിക്സ് ഉണ്ട് കേട്ടോ. ആ ടോപ്പിക്സിൽ നിന്ന് ഒന്നോ അതിലധികമോ ക്വസ്റ്റ്യൻസ് എല്ലാ പരീക്ഷയ്ക്കും ആ സിലബസിൽ ചോദിക്കുന്ന എല്ലാ എക്സാംസിനും ഉണ്ടാവും. അങ്ങനെയുള്ള ടോപ്പിക്സിനെ മാത്രം സോർട്ട് ഔട്ട് ചെയ്തിട്ട് അതിൽ നിന്നുള്ള ക്ലാസ് ആണ് ഈ ഷുവർ ഷോട്ട് സീരീസിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരു ഹോട്ട് ടോപ്പിക് ആണ് ഓംസ് ലോ. ഓംസ് ലോയിൽ നിന്നും പല എക്സാമിനും ഈ സെയിം സിലബസിൽ വരുന്ന എക്സാംസിനൊക്കെ ഒരു ക്വസ്റ്റ്യനിൽ അവർ നിർത്താറില്ല. ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്, ഒരു ക്വസ്റ്റ്യനിൽ അവർ നിർത്താറില്ല. ഒന്നിലധികം ക്വസ്റ്റ്യൻ ആ ഓംസ് ലോ എന്ന് പറയുന്ന ഒരു സിംഗിൾ ടോപ്പിക്കിൽ നിന്ന്. ഓംസ് ലോ ഒരു മൊഡ്യൂൾ ആണ്. ആ എൻറ്റയർ മൊഡ്യൂളിന്റെ കഥയല്ല ഞാൻ പറയുന്നത്. ഇന്നത്തെ ഈ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്ന ഈ ഒരു ടോപ്പിക്കിൽ ഓംസ് ലോയുടെ ബേസിക്കിൽ നിന്നും 2 ക്വസ്റ്റ്യൻ വരെ ചോദിക്കാറുണ്ട്. ഞാൻ കാണിച്ചു തരാം എക്സാമ്പിൾ ആയിട്ട്. അതായത് സെയിം സിലബസിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നിന്ന് കണ്ടോ, 11th ക്വസ്റ്റ്യൻ ഓംസ് ലോ ഡയറക്റ്റ് ചോദിച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ റെസിസ്റ്റൻസിന്റെ റിലേഷൻ, അതും ഓംസ് ലോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കണ്ടോ, 2 ക്വസ്റ്റ്യൻ ഒരു സിംഗിൾ ടോപ്പിക്കിൽ നിന്നും ചോദിച്ചതാണ്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ എടുത്താലും ഈ സെയിം സിലബസിലുള്ള മറ്റു ക്വസ്റ്റ്യൻ എടുത്താലും അതിൽ നിന്നെല്ലാം 1-2 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ട്. അതായത് ഞാൻ പറയുന്ന ഓംസ് ലോ എന്നുള്ള എൻറ്റയർ മൊഡ്യൂൾ അല്ല, എൻറ്റയർ മൊഡ്യൂളിൽ നിന്ന് 10 ക്വസ്റ്റ്യൻ വരും. ഞാൻ ഈ ഒരു ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്ന ഒരു സിംഗിൾ ക്ലാസിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ അല്ലേ? സോ നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാം ഓംസ് ലോ. അപ്പോ ഈ മസ്ദൂർ എക്സാമിനെ കുറിച്ച് നിങ്ങൾ എഴുതാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കാണാതെ പഠിച്ച് എഴുതുന്ന മോഡൽ ക്വസ്റ്റ്യൻ അല്ല, ജനറൽ PSC പോലെ അല്ല. ഇത് നമ്മളൊരൽപ്പം ചിന്തിച്ച് ആൻസർ കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. ഒന്നും കാണാതെ പഠിക്കരുത്. അതുകൊണ്ട് തന്നെ സിഗ്നേച്ചർ ലേണിംഗ് നിങ്ങൾ ഒന്നും കാണാതെ പഠിപ്പിക്കത്തില്ല, എല്ലാം മനസ്സിലാക്കിയായിരിക്കും പഠിക്കുന്നത്. മനസ്സിലാക്കി പഠിക്കുവാണ് എങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. കാണാതെ പഠിക്കുന്നതെങ്കിൽ ആ കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്നത്, വിഴുങ്ങി വെച്ചിരിക്കുന്നത് അതുപോലെ ചോദിച്ചാൽ മാത്രമേ എക്സാമിന് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഇപ്പോഴത്തെ ക്വസ്റ്റ്യന്റെ ട്രെൻഡ് അനുസരിച്ച് കോൺസെപ്റ്റ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് മനസ്സിലാക്കി പഠിക്കുന്നവർക്ക് മാത്രമേ സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നോക്കാം ഓംസ് ലോ. അപ്പൊ എന്താണ് ഓംസ് ലോ? ആദ്യം നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റിലോട്ട് ഒന്നും പോണ്ട, കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാനേ ഒരു പൈപ്പ് എടുക്കുവാണേ. ഒരു പൈപ്പ് കണ്ടോ, ഇതൊരു പൈപ്പാണേ. ഇതൊരു പൈപ്പാണ്. അപ്പൊ ഈ പൈപ്പിനകത്തൂടെ വെള്ളം ഒഴുകുവാണെന്ന് വെച്ചോ. വെള്ളം ഒഴുകുവാണ്. ഈ പൈപ്പിനകത്ത് വാട്ടർ മോളിക്കൂൾ ഉണ്ട്, വെള്ളം ഒഴുകുവാണ്. വെള്ളം എവിടെ നിന്നായിരിക്കും, എങ്ങോട്ടായിരിക്കും ഒഴുകുക? എവിടെയാണോ ഈ പൈപ്പിനൊന്ന് ചരിച്ചാലല്ലേ വെള്ളം ഒഴുകുള്ളൂ? പൈപ്പിനെ ഇങ്ങനെ നിവർത്തി വെച്ചിരുന്ന വെള്ളം ഒഴുകുമോ? ഇല്ല. വെള്ളം ഒഴുകണമെങ്കിൽ ചെയ്യേണ്ട കാര്യം പൈപ്പിനെ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ചരിക്കണം. ഈ ചരിക്കുമ്പോഴത്തേക്കും എവിടെയാണോ ഹൈറ്റ് കൂടുതൽ അവിടെ നിന്ന് ഹൈറ്റ് കുറഞ്ഞെടുത്തോട്ടായിരിക്കും വെള്ളം ഒഴുകുന്നത്. ശരിയല്ലേ? അങ്ങനെ ഒഴുകാനുള്ള കാരണം എന്ന് വെച്ചാല് എവിടെയാണോ ഹൈറ്റ് കൂടുതൽ അവിടെ പൊട്ടൻഷ്യൽ എനർജി കൂടും. എവിടെയാണോ ഹൈറ്റ് കുറവ് അവിടെ പൊട്ടൻഷ്യൽ എനർജി കുറയും. അപ്പൊ വെള്ളം ഒഴുകുന്നത് ഹയർ പൊട്ടൻഷ്യൽ എനർജി ടു ലോവർ പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും ഒഴുകുക. വെള്ളമെന്നല്ല, എല്ലാ വസ്തുക്കളും നാച്ചുറലുള്ള എല്ലാം ഒഴുകുന്നത് ഹയർ പൊട്ടൻഷ്യൽ എനർജി ടു ലോവർ പൊട്ടൻഷ്യൽ എനർജി ആണ്. കറണ്ടും ഇതിൽ നിന്നും വ്യത്യസ്തമല്ല. അപ്പൊ കറണ്ട് എന്ന് വെച്ചാൽ ഇലക്ട്രോൺസിന്റെ ഫ്ലോ ആണ്. വെള്ളം വാട്ടർ മോളിക്കൂളിന്റെ ഫ്ലോ പോലെ ഇലക്ട്രോൺസിന്റെ ഫ്ലോ ആണ് കറണ്ട്. ഈ കറണ്ട് ഒഴുകുന്നത് എങ്ങനെയായിരിക്കും? ഹയർ പൊട്ടൻഷ്യൽ എനർജിയിൽ നിന്നും ലോവർ പൊട്ടൻഷ്യൽ എനർജിയിലോട്ടായിരിക്കും ഒഴുകുക. ഞാൻ പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? യെസ്. അപ്പോ നമുക്ക് ഈ കറണ്ട് ഒഴുകുന്നത്, വെള്ളം ഒഴുകുന്നത് പൈപ്പിലാണെന്നതുപോലെ കറണ്ട് ഒഴുകുന്നത് കണ്ടക്ടറിലൂടെയാണ്. കണ്ടക്ടറിനെ ചരിച്ച് നമുക്ക് കറണ്ടിനെ ഒഴുക്കാൻ പറ്റത്തില്ല. പകരം എന്താ ചെയ്യാ? ഒരു കണ്ടക്ടർ നമ്മൾ എടുക്കുകയാണ്. ഈ കണ്ടക്ടറിന്റെ ഒരു എൻഡിൽ, ഇത് ഈ എൻഡ് എയും ഈ എൻഡ് ബിയും ആണെന്ന് വെച്ചോ, ഒരു എൻഡിലെ പൊട്ടൻഷ്യൽ എനർജി ഞാൻ കൂട്ടണം, മറ്റേ എൻഡിലെ പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യണം? കുറയ്ക്കണം. അങ്ങനെ എയിലെ പൊട്ടൻഷ്യൽ എനർജി കൂട്ടുകയും ബിയിലെ പൊട്ടൻഷ്യൽ എനർജി കുറയ്ക്കുകയും ചെയ്താൽ എയിൽ നിന്നും ബിയിലോട്ട് കറണ്ട് ഒഴുകും. ഇനി ബിയിലെ പൊട്ടൻഷ്യൽ കൂടുതലും എയിലെ പൊട്ടൻഷ്യൽ കുറവാണെങ്കിലോ കൂടുതലെടുത്തു നിന്നും കുറഞ്ഞെടുത്തോട്ട് കറണ്ട് ഒഴുകും. നമ്മൾ പൈപ്പിനെ ചരിക്കുന്നത് പോലെ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് വളരെ കൂടുതലാണെങ്കിൽ കൂടുതൽ കറണ്ട് ഒഴുകും. ഇവിടെ ചരിവ് കൂടുതലാണെങ്കിൽ പെട്ടെന്ന് വെള്ളം ഒഴുകും. അതുപോലെ അപ്പോ ഇനി ഞാൻ പറഞ്ഞുതരാം, ഒരു കണ്ടക്ടറിലൂടെ എത്രത്തോളം കറണ്ട് ഒഴുകുന്നു എന്നുള്ളത് അതിനെ എന്തിനാ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ആ കണ്ടക്ടറിന്റെ 2 എൻഡും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ആണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ കണ്ടക്ടറിന്റെ 2 എൻഡും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടുതലാണെങ്കിൽ കൂടുതൽ കറണ്ട് ഒഴുകും. കണ്ടക്ടറിന്റെ 2 എൻഡും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറവാണെങ്കിൽ കുറച്ചേ കറണ്ട് ഒഴുകുള്ളൂ. അതാണ് ഓംസ് ലോ. ഇനി ഒന്ന് നോക്കിയേ. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ current flowing through a conductor is directly proportional to the potential difference between the ends of the conductor. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് ഒഴുകുന്നതെന്ന് വെച്ചാൽ ആർക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും? കണ്ടക്ടറിന്റെ 2 എൻഡും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇതാണ് ഓംസ് ലോ. ഒന്ന് ഓംസ് ലോ എന്താണ്?
current flowing through a conductor is directly proportional to potential difference between the ends of the conductor. അതല്ലേ ഞാൻ കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് പറഞ്ഞേ. കണ്ടക്ടറിന്റെ രണ്ട് എൻഡ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും അതിലൂടെ കറണ്ട് ഒഴുകുന്നത്. മാത്തമാറ്റിക്കലി നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? വോൾട്ടേജ് കറണ്ടും എന്തായിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. എന്താ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാൻ അല്പം ബേസിക് ലെവലിലായിരിക്കും കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നത്. കാരണം നിങ്ങൾ കുറച്ച് ലോങ് ഗ്യാപ്പിനൊക്കെ ശേഷമായിരിക്കും ഇങ്ങനെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും നിങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ മറന്നുപോയിട്ടുണ്ടാവും. നിങ്ങൾക്ക് കുറച്ചധികം കാര്യങ്ങൾ അറിയാമെന്ന രീതിയിൽ ഞാൻ പറഞ്ഞു പോവുകയാണെങ്കിൽ അത് അറിയില്ലാത്തവർക്ക് ഫോളോ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ നല്ല ബേസിക് ലെവലിലായിരിക്കും പറഞ്ഞു പോകുക കേട്ടോ. അപ്പൊ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ എന്ന് വെച്ചാൽ ഒന്ന് കൂടുമ്പോൾ മറ്റേതും കൂടുന്നു എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടുമ്പോൾ എന്ത് ചെയ്യും? കറണ്ട് കൂടും. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് കോൺസ്റ്റന്റ്. രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ആക്കണമെങ്കിൽ നമ്മളൊരു കോൺസ്റ്റന്റ് ഉപയോഗിക്കും. ഇവിടുത്തെ കോൺസ്റ്റന്റ് R ആണ്. ഈ ആറിന് പറയുന്ന പേരാണ് റെസിസ്റ്റൻസ്. അപ്പൊ നമുക്ക് ഓംസിൽ എന്ത് പറയാം? V is equal to IR. R എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് ആണ്. അപ്പൊ ഈ റെസിസ്റ്റൻസ് എന്താണെന്ന് അറിയാമോ? റെസിസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ തടസ്സപ്പെടുത്തുക എന്നാണ് അർത്ഥം. ഒരു കണ്ടക്ടിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ കറണ്ടിന്റെ ഫ്ലോക്കുള്ള തടസ്സമാണ് റെസിസ്റ്റൻസ്. നമ്മൾ ഒരു പൈപ്പിൽ ഒരു റോസിലൂടെ വെള്ളം ഫ്ലോ ചെയ്യുമ്പോൾ പൈപ്പിനൊന്ന് ഞെക്കി പിടിക്കുവാണെങ്കിൽ വെള്ളത്തിന്റെ ഫ്ലോ തടസ്സപ്പെടൂലേ? അവിടെ നമ്മൾ വെള്ളത്തിന്റെ ഫ്ലോ ഞെക്കി പിടിച്ച് തടസ്സപ്പെടുത്തുന്നു. അതുപോലെ ഇവിടെ മറ്റു ചില ഫാക്ടേഴ്സ് കാരണം കണ്ടക്ടിലൂടെ കറണ്ട് ഒഴുകുമ്പോൾ കറണ്ട് ഫ്ലോ തടസ്സപ്പെടുത്തുന്നു. അങ്ങനെ എത്രത്തോളം കറണ്ട് ഫ്ലോയ്ക്ക് തടസ്സമുണ്ട് എന്നതിന്റെ ഒരു മെഷറാണെന്ന് പറയുന്നത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ റെസിസ്റ്റൻസിന് ഒരു പ്രത്യേകതയുണ്ട്. ടെമ്പറേച്ചർ മാറുമ്പോൾ റെസിസ്റ്റൻസ് മാറും. അതുകൊണ്ടാണ് ഓംസ് ലോ പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്താ പറയുന്നത്? കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ഓംസ് ലോയുടെ ബേസിക്. അപ്പൊ ഓംസ് ലോയുടെ ബേസിക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. ഇനി റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഇതിന് ഓരോ ഇക്വേഷൻ ഒന്ന് പറഞ്ഞു തന്നെ. V is equal to IR ആണ്. അങ്ങനെയാണെങ്കിൽ I is equal to എന്തായിരിക്കും? കറണ്ട് I is equal to V by R ആയിരിക്കും. അതുപോലെ R is equal to എന്തായിരിക്കും? V by I ആയിരിക്കും അല്ലെ? ഇത് ഡയറക്റ്റ് ആണ് മുമ്പ് കഴിഞ്ഞ തവണത്തെ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. കണ്ടോ ഇവിടെ ഈ സെയിം സിലബസിലുള്ള എക്സാം ആണ്. അക്കോർഡിംഗ് ടു ഓംസ് ലോ ദ റിലേഷൻ ബിറ്റ്വീൻ റെസിസ്റ്റൻസ് കറണ്ട് ആൻഡ് വോൾട്ടേജ് എന്താണ്? I is equal to V by R അല്ലേ? കറണ്ട് I is equal to V by R. ബാക്കിയൊക്കെ തെറ്റാണ്. യെസ്, I is equal to V by R. ഇതാണ് ചോദിച്ചത്. ഡയറക്റ്റ് ചോദിച്ചിരിക്കുന്നതാണ് കേട്ടോ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും വരാറുണ്ട്, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസും വരാറുണ്ട്. ഇനി റെസിസ്റ്റൻസ് എന്താണ് നമ്മൾ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവാണ്. റെസിസ്റ്റൻസ് എന്ന് വെച്ചത്രേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കറണ്ടിന്റെ ഫ്ലോക്കുള്ള തടസ്സമാണ്. റെസിസ്റ്റൻസ് നമ്മൾ V by I ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. V is equal to IR. അപ്പൊ R is equal to എന്തായിരിക്കും? V by I. അതിന്റെ യൂണിറ്റ് ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെച്ചിരിക്കുക. ഓം ആണ്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. റെസിസ്റ്റൻസ് യൂണിറ്റ് ഓം ആണ്. ഇനി റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഡിപ്പെൻഡിങ് ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്തൊക്കെ മാറുമ്പോഴാണ് റെസിസ്റ്റൻസ് മാറുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഡിപ്പെൻഡിങ് ഫാക്ടേഴ്സ് രണ്ട് തരത്തിൽ വരാം. ഡയറക്ട്ലി പ്രൊപ്പോർഷണലും വരാം, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും വരാം. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്നാൽ അതിന്റെ അർത്ഥം ഒന്ന് കൂടുമ്പോൾ മറ്റേത് കൂടുന്നു. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്നാണെങ്കിലോ ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയുന്നു എന്നാണ് അർത്ഥം. അപ്പൊ നോക്കാം. റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ഒരു ചെറിയ ലെങ്ത് ഉള്ള കണ്ടക്ടറും ഒരു വലിയ ലെങ്ത് ഉള്ള കണ്ടക്ടറും ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. ഇതില് ഏത് കണ്ടക്ടറിലൂടെ കറണ്ട് ഒഴുകുമ്പോഴായിരിക്കും കൂടുതൽ റെസിസ്റ്റൻസ് ഉണ്ടാവുക? ഞാൻ ഒന്നാമത്തെ പോയിന്റിൽ പറഞ്ഞില്ലേ, റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ രണ്ടാമത്തെ കണ്ടക്ടറിന്റെ ലെങ്ത് കൂടുതലാണ്, സോ അതിന്റെ റെസിസ്റ്റൻസ് ഇതായിരിക്കും, കൂടുതലായിരിക്കും. സോ നമുക്ക് പറയാൻ പറ്റും റെസിസ്റ്റൻസും ലെങ്തും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, ലെങ്ത് ആണ്. ലോങ്ങർ വയർ എന്ന് വെച്ചാൽ എന്തുകൊണ്ട് ലെങ്ത് കൂടുമ്പോഴത്തേക്ക് റെസിസ്റ്റൻസ് കൂടുന്നു അറിയാമോ? ഈ കണ്ടക്ടിനകത്തൂടെ ഇലക്ട്രോൺസ് ഒഴുകുന്നത് ഈസി ആയിട്ട് അങ്ങ് ഫ്ലോ ചെയ്യല്ല ചെയ്യുന്നത്. പരസ്പരം കൂട്ടിയിടിച്ച് കൊളൈഡ് ചെയ്താണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെ കൊളൈഡ് ചെയ്ത് പോകുമ്പോൾ ലെങ്ത് കൂടുവാണെങ്കിൽ കൊളിഷൻസിന്റെ എണ്ണം കൂടും. കൊളിഷൻസിന്റെ എണ്ണം കൂടുമ്പോൾ എന്ത് ചെയ്യും? റെസിസ്റ്റൻസ് കൂടും. അങ്ങനെ കൊളൈഡ് ചെയ്ത് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് ഇലക്ട്രോൺസിന്റെ ഫ്ലോയ്ക്ക് തടസ്സം ഉണ്ടാകുന്നത്. നമ്മളൊരു റോഡ് ഓടുകയാണെന്ന് വെച്ചോ, നമ്മൾ 1000 പേര് ഒരുമിച്ചൊരു വീതി കുറഞ്ഞ റോഡിലൂടെ ഓടുകയാണ് എങ്കിൽ നമ്മൾ പരസ്പരം കൂട്ടിയിടിച്ചിരിക്കല്ലേ ഓടുക. അതുപോലെ ചിന്തിച്ചാൽ മതി. ഇലക്ട്രോൺസും എന്താണ്, ഒത്തിരി ഇലക്ട്രോൺസ് ഒരുമിച്ച് മൂവ് ചെയ്യുമ്പോൾ പരസ്പരം കൊളൈഡ് ചെയ്തായിരിക്കും ഇലക്ട്രോൺസ് മൂവ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? അവിടുത്തെ റെസിസ്റ്റൻസ് കൂടും, തടസ്സം കൂടും. അടുത്ത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ക്രോസ് സെക്ഷൻ ഓഫ് ദി കണ്ടക്ടർ. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ക്രോസ് സെക്ഷൻ. റെസിസ്റ്റൻസും ഏരിയ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്ന് വെച്ചാൽ ഒരു വലിയ ഏരിയ ഉള്ള കണ്ടക്ടർ ആണെങ്കിൽ, ഏരിയ ക്രോസ് സെക്ഷൻ കൂടുതലാണെങ്കിൽ, അതായത് വണ്ണം കൂടിയ കണ്ടക്ടർ ആണെങ്കിൽ ഇലക്ട്രോൺസിന് കൊളിഷൻസ് കുറച്ച് വിശാലമായിട്ട് ഒഴുകി പോകാൻ പറ്റും. അതേസമയം വണ്ണം കുറഞ്ഞ തിൻ കണ്ടക്ടർ ആണെങ്കിലോ ഇലക്ട്രോണിന് അങ്ങനെ ഈസി ആയിട്ട് മൂവ് ചെയ്യാനൊന്നും പറ്റത്തില്ല.
പതുക്കെ മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ, വിശാലമായിട്ട് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. എന്ത് ചെയ്യും? പരസ്പരം കൊളൈഡ് ചെയ്തേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഏരിയ കൂടുമ്പം ഇലക്ട്രോണിന് ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാം, എന്ന് വെച്ചാൽ തടസ്സം കുറയും, എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് കുറയും. ഏരിയ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുന്നു, ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയുന്നു. അപ്പൊ എന്ത് വരും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ വരും. അപ്പോ തിക്കർ വയർ വണ്ണം കൂടിയ വയർ ലെസ് റെസിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഇതൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. വണ്ണം കൂടുമ്പോഴത്തേക്കും റെസിസ്റ്റൻസ് എന്ത് സംഭവിക്കുന്നു? കൂടുന്നു, കുറയുന്നു, കൂടിക്കൊണ്ടിരിക്കുന്നു, കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ഓപ്ഷനിൽ ഉണ്ടാവും. അടുത്ത നാച്ചർ ഓഫ് ദി മെറ്റീരിയൽ. എല്ലാ മെറ്റീരിയലിന്റെ റെസൊണൻസ് സെയിം ആണോ? അല്ലേ അല്ല. ഓരോ ടൈപ്പ് മെറ്റീരിയലിന്റെ റെസൊണൻസ് ഡിഫറെന്റ് ആണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ കോപ്പറും നിക്രോമും ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുവാണ്. കോപ്പറിന്റെ റെസൊണൻസ് കുറവാണ് ആരെ അപേക്ഷിച്ച്? നിക്രോമിനെ അപേക്ഷിച്ച്. നിക്രോമിന് റെസൊണൻസ് കൂടുതലാണ്. ഇനി സിൽവർ എടുക്കുവാണെങ്കിലോ റെസൊണൻസ് വളരെ കുറവാണ്, കോപ്പറിനേക്കാളും വളരെ കുറവാണ്. അപ്പൊ മെറ്റീരിയൽ മാറുമ്പോഴത്തേക്കും റെസൊണൻസ് എന്ത് ചെയ്യും? മാറിക്കൊണ്ടിരിക്കും. അടുത്ത ടെമ്പറേച്ചർ ഡിഫറൻസ് ഓഫ് റെസൊണൻസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. സോ നമ്മൾ അടുത്ത ക്ലാസ്സിൽ അത് പഠിക്കും കേട്ടോ. ടെമ്പറേച്ചർ ഡിഫറൻസ് ഓഫ് റെസൊണൻസ് നമ്മൾ പഠിക്കും. ഇപ്പൊ നമ്മൾ ജസ്റ്റ് എന്താ ചെയ്യാം? ജസ്റ്റ് ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസൊണൻസിന് എന്ത് സംഭവിക്കുന്നു മാത്രമേ പറയുന്നുള്ളൂ. ഇക്വേഷൻ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ പഠിക്കും, അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് പറയാൻ പോകുന്നത്. അത് ടെമ്പറേച്ചർ ഡിഫറൻസ് എല്ലാ മെറ്റീരിയലിലും ഒരുപോലെ അല്ല, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മെറ്റൽസിന്റെ കേസിലാണെങ്കിൽ നമ്മൾ സാധാരണ കണ്ടക്ടറായിട്ട് ഉപയോഗിക്കുന്ന ലാൻഡ് ഉപയോഗിക്കുന്നത് മെറ്റൽസ് ആണ്. മെറ്റൽസിന്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കൂടുമ്പം ഇലക്ട്രോൺസിന്റെ കൊളിഷൻ കൂടും. ഇലക്ട്രോണിന്റെ ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്ക് ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി കൂടും. കൈനറ്റിക് എനർജി കൂടുമ്പോൾ ഇലക്ട്രോൺസ് ഓടിച്ചാടി നടക്കാൻ തുടങ്ങും. അപ്പോഴത്തേക്കും കൊളിഷൻ കൂടും, റെസൊണൻസ് കൂടും. അതേസമയം സെമി കണ്ടക്ടറിലാണെങ്കിൽ ഇലക്ട്രോൺസിന്റെ എണ്ണം ആൾറെഡി കുറവാണ്, വളരെ കുറച്ച് ഇലക്ട്രോൺസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ കൊളിഷനേക്കാളും ഇമ്പോർട്ടൻറ്റ് എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കൊടുക്കുമ്പോഴത്തേക്കും കൂടുതൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും? റെസിസ്റ്റൻസ് കുറയുമായിരിക്കും ചെയ്യുന്നത്. ഞാനിപ്പോ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന സെക്ഷൻസിൽ നമ്മൾ പഠിക്കും. അതുകൊണ്ട് ഞാനിപ്പോ പറയുന്നില്ല, ജസ്റ്റ് നിങ്ങൾ രണ്ട് പോയിന്റ് മാത്രം ഇപ്പൊ അറിഞ്ഞിരുന്നാൽ മതി. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത് പഠിക്കും എന്നുള്ളതാണ് ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകുന്നത്. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഇതാണ് ടെമ്പറേച്ചർ ഡിഫറൻസ്. നെക്സ്റ്റ് റെസിസ്റ്റിവിറ്റി ആണ്. ഞാനിപ്പോ പറഞ്ഞ പോയിന്റ്സുകളെല്ലാം ഒന്ന് ഞാൻ സമ്മറൈസ് ചെയ്ത് എഴുതുവാണ്, നിങ്ങൾ നോക്കിയിരിക്കണേ. ഞാനിപ്പോ പറഞ്ഞ പോയിന്റ്സ് എന്തൊക്കെയാ? റെസിസ്റ്റൻസും ലെങ്തും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞു. റെസിസ്റ്റൻസും ഏരിയയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞില്ലേ? ഇനി ഇത് രണ്ടും ഞാൻ കമ്പൈൻ ചെയ്ത് എഴുതുവാണ്. റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ ലെങ്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, ഏരിയക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഞാനൊരു കാര്യം പറയട്ടെ. നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞു, ഓംസിൽ പറഞ്ഞു പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ആയിരിക്കും ചെയ്യുക. ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന കോൺസ്റ്റന്റ് റോ ആണ്. അപ്പൊ ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ എന്ന് പറയാം. ഈ റോ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഹൈലി ഇമ്പോർട്ടന്റ് ആണ്. ഈ റോയ്ക്ക് പറയുന്ന പേരാണ് റെസിസ്റ്റിവിറ്റി. എന്താണ്? റെസിസ്റ്റിവിറ്റി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം കേട്ടോ. ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ, നമ്മൾ കൺസിഡർ ചെയ്യുന്ന നമ്മുടെ പ്രോബ്ലത്തിൽ വരുന്ന മോസ്റ്റ് ഓഫ് ദി കണ്ടക്ടേഴ്സും സർക്കുലർ ഏരിയ ക്രോസ് സെക്ഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സർക്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ ഏരിയ എന്തായിരിക്കും? പൈ ആർ സ്ക്വയർ ആയിരിക്കും. ഇങ്ങനെ നമുക്ക് പറയാം കേട്ടോ. യെസ്. അപ്പൊ ഇതാണ് നമ്മുടെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഇനി റെസിസ്റ്റിവിറ്റിയെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാന്ന് ഞാൻ പറഞ്ഞുതരാം. നോക്കണേ. റെസിസ്റ്റിവിറ്റി ഞാൻ ഇപ്പൊ എന്താ പറഞ്ഞേ? റെസിസ്റ്റൻസ് ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ. ഇനി ഞാനൊരു കണ്ടക്ടർ കൺസിഡർ ചെയ്യണം. ആ കണ്ടക്ടറിന്റെ ലെങ്ത് യൂണിറ്റ് ലെങ്ത് ആണെന്ന് വെച്ചോ, 1 മീറ്റർ ലെങ്ത് ആണെന്ന് വെച്ചോ. അതിന്റെ ഏരിയയും യൂണിറ്റ് ആണ്, 1 മീറ്റർ സ്ക്വയർ ആണ്, യൂണിറ്റ് ഏരിയ ആണ്. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസ് വെച്ചാൽ എന്തായിരിക്കും? റോ ഇൻറ്റു ലെങ്തും 1 ആണ്, ഏരിയയും 1 ആണ്. അപ്പൊ 1/1 തന്നെ കിട്ടും. അപ്പോ ആർ ഇസ് ഈക്വൽ ടു റോ എന്ന് കിട്ടും. എപ്പോ? കണ്ടക്ടറിന്റെ ലെങ്തും ഏരിയയും യൂണിറ്റ് വാല്യൂ ആയിരിക്കുമ്പോഴത്തേക്കും റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റി എന്താവും? ഈക്വൽ. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, യൂണിറ്റ് ലെങ്തും യൂണിറ്റ് ഏരിയ ക്രോസ് സെക്ഷൻ ഉള്ള ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസിന് പറയുന്ന പേരാണ് റെസിസ്റ്റിവിറ്റി. ഒന്നുകൂടെ, യൂണിറ്റ് ലെങ്തും യൂണിറ്റ് ഏരിയ ക്രോസ് സെക്ഷൻ ഉള്ള കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസിന് പറയുന്ന പേരാണ് റെസിസ്റ്റിവിറ്റി. ഓക്കെ അല്ലേ? അപ്പൊ റെസിസ്റ്റിവിറ്റി എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഹാവിംഗ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ ക്രോസ് സെക്ഷൻ. അതാണ് അറിഞ്ഞിരിക്കണേ. ഇനി നമുക്ക് ഇതിന്റെ യൂണിറ്റ് ഒന്ന് കണ്ടുപിടിക്കണം. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഞാൻ പറയട്ടെ. ഞാന് നിങ്ങളെ പഠിപ്പിക്കുമ്പോഴത്തേക്കും ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റി യൂണിറ്റ് ഇതാണ്, അടുത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റി യൂണിറ്റ് ഇതാണെന്ന് പറഞ്ഞ് കുറെ യൂണിറ്റുകൾ നിങ്ങളെ കാണാതെ പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്. കാരണം അങ്ങനെ പഠിപ്പിച്ചാലുള്ള പ്രശ്നം, ആ സെയിം യൂണിറ്റ് ചോദിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. ക്വസ്റ്റ്യനിൽ അല്പം മാറ്റി നിങ്ങൾ കേട്ടില്ലാത്ത മറ്റൊരു യൂണിറ്റ് ചോദിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റത്തില്ല. അതുകൊണ്ട്
ഓരോ യൂണിറ്റും നമ്മൾ ഇക്വേഷനിൽ നിന്ന് മേക്ക് ചെയ്ത് പഠിക്കുമായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ പഠിക്കുവാണെങ്കിൽ ഏത് യൂണിറ്റ് ചോദിച്ചാലും നിങ്ങൾ എന്ത് ചെയ്യും? ആൻസർ പറയും. ഇല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകുന്നത് മാത്രമേ പറയുള്ളൂ. മറന്നു പോയി കഴിഞ്ഞാൽ അത് പോയി. അപ്പൊ നമുക്ക് ഇക്വേഷൻ ഉപയോഗിച്ച് ഓരോ യൂണിറ്റും സോൾവ് ചെയ്തെടുക്കാം. ഓക്കെ അല്ലേ? അങ്ങനെ തന്നെ പഠിക്കണം നമ്മൾ. അപ്പൊ റെസിസ്റ്റൻസ് ആർ ഇസ് ഈക്വൽ ടു റോയൽ ബൈ ആണ്. നിങ്ങൾക്കറിയാം. നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. എന്തിന്റെ യൂണിറ്റ് ആണോ കണ്ടുപിടിക്കേണ്ടത് അത് ലെഫ്റ്റ് സൈഡിൽ വരുന്ന രീതിയിൽ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്ത. അപ്പൊ ആർ ഇസ് ഈക്വൽ ടു റോയൽ ബൈ ആണെങ്കിൽ റോ ഇസ് ഈക്വൽ എന്ത് വരും? ആർ ഇൻറ്റു ഡിവൈഡ് ചെയ്തിരിക്കുന്ന എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്യുന്ന എൽ കൊണ്ട് ഡിവൈഡ് ചെയ്തു, അല്ലെ? ആർ എ ബൈ എൽ. ഇനി അടുത്ത് ചെയ്യേണ്ടത് ഇതിൽ ഓരോന്നിന്റെ യൂണിറ്റ് അങ്ങ് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? ഓം ആണ്. ഇനി ഏരിയയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ ആണ്. ഡിവൈഡ് ബൈ ലെങ്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, താഴെ 1 മീറ്ററും മീറ്റർ സ്ക്വയറിലെ 2 മീറ്ററിൽ 1 മീറ്ററും കട്ടായി പോയി. അപ്പൊ ബാക്കി എന്ത് വന്നു? ഓം മീറ്റർ വന്നു. ദിസ് ഈസ് ദ യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി. ഓം മീറ്റർ ആണ് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ്. ഓക്കെ അല്ലേ? അപ്പോ ഇനി നമ്മൾ എല്ലാ യൂണിറ്റും, നമ്മൾ എൻ്റയർ ചാപ്റ്റേഴ്സിൽ പഠിക്കുന്ന എല്ലാ യൂണിറ്റ്സും ഇതുപോലെ നമ്മൾ ഡിറൈവ് എടുക്കായിരിക്കും ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏത് യൂണിറ്റ് ഒന്നും ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ യൂണിറ്റ് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്ത് സ്ക്രോൾ ചെയ്ത് നോക്കി, അതില് യൂണിറ്റ്സ് ഒത്തിരി ചോദിച്ചിട്ടുണ്ടാകും. സോ യൂണിറ്റ്സിന് അത്രമേൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക കേട്ടോ. ദെൻ കണ്ടക്ടൻസ് ആണ്. കണ്ടക്ടൻസ് എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, നമ്മുടെ റെസിസ്റ്റൻസ് പഠിച്ചില്ലേ? റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ ആണ് കണ്ടക്ടൻസ്. കണ്ടക്ടൻസിന്റെ കെ ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. 1/R ആണ്. അപ്പൊ യൂണിറ്റ് പറഞ്ഞ് 1 റെസിസ്റ്റൻസ് യൂണിറ്റ് ഓം അല്ലേ? അപ്പൊ എന്ത് വരും? ഓം റൈസ് ടു -1 എന്ന് വരും. രസകരമായ കാര്യം, ഓം എന്ന് എഴുതുന്നത് ഇങ്ങനെയല്ലേ? അപ്പൊ ഓം റൈസ് ടു -1 എന്ന് വെച്ചാൽ ഓമിന്റെ റെസിപ്രോക്കൽ ആണ്. അപ്പൊ ഓമിനെ തിരിച്ചെഴുതിയാൽ, ഓമിനെ തിരിച്ചെഴുതുമ്പോൾ നമ്മൾ എങ്ങനെ വായിക്കാം? മോ എന്ന് വായിക്കും. MHO. ഓമിനെ നേരെ തിരിച്ചെഴുതി. ഇതും എന്റെ യൂണിറ്റ് തന്നെയാണ് കേട്ടോ. കോമഡി ആയിട്ട് തോന്നുമെങ്കിൽ ഇതും എന്റെ യൂണിറ്റ് തന്നെയാണ്. പിന്നെ ഒരു യൂണിറ്റ് കൂടെ ഉണ്ട്, സീമൻ. ഇതൊക്കെ പഠിച്ചു വെച്ചു കേട്ടോ. യെസ്, ഇതൊക്കെ കണ്ടക്ടൻസിന്റെ യൂണിറ്റ് ആണ്. ഇനി അടുത്തൊരു കാര്യം കൂടെ ഉണ്ട്, കണ്ടക്ടിവിറ്റിയെ സിഗ്മ ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഗ്രീക്ക് ലെറ്റർ സിഗ്മയാണ് ഇത്. എന്ന് വെച്ചാൽ കണ്ടക്ടൻസ്, റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ ആണ് കണ്ടക്ടിവിറ്റി. ഞാൻ ഒരു കാര്യം പറയട്ടെ, നേരത്തെ ഞാൻ കണ്ടക്ടൻസ് പഠിപ്പിച്ചായിരുന്നു. എന്തായിരുന്നു കണ്ടക്ടൻസ്? തൊട്ടും പഠിച്ചത്. അതായത് കണ്ടക്ടൻസ് എന്ന് വെച്ചാല് റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ ആണ് കണ്ടക്ടൻസ്. റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ ആണ് കണ്ടക്ടിവിറ്റി. മാറിപ്പോകാതിരിക്കാൻ ഞാൻ ഒരു സൂത്രപ്പണി പറഞ്ഞുതരാം. വിറ്റിയിൽ അവസാനിക്കുന്ന രണ്ടും പരസ്പരം റെസിപ്രോക്കൽ ആയിരിക്കും. കണ്ടക്ടിവിറ്റിയും റെസിസ്റ്റിവിറ്റിയും എന്ന് വെച്ചാൽ കണ്ടക്ടിവിറ്റി എന്ന് വെച്ചാൽ റെസിപ്രോക്കൽ റെസിസ്റ്റിവിറ്റി. ANCയിൽ അവസാനിക്കുന്ന രണ്ടും പരസ്പരം റെസിപ്രോക്കൽ ആയിരിക്കും. റെസിസ്റ്റൻസ് കണ്ടക്ടൻസ് അത് രണ്ടും പരസ്പരം റെസിപ്രോക്കൽ ആയിരിക്കും. ഓക്കെ അല്ലേ? അങ്ങനെ പഠിച്ചിരുന്നാൽ മതി. ഇനി ഞാൻ വേറെ രീതിയിൽ പഠിച്ചില്ല. നിങ്ങൾക്ക് ആ വേർഡ് പറഞ്ഞിട്ടില്ല, ലെറ്റേഴ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഗ്രീക്ക് ലെറ്റേഴ്സ് വരുന്ന രണ്ടും പരസ്പരം റെസിപ്രോക്കൽ ആയിരിക്കും. ഇംഗ്ലീഷ് ലെറ്റേഴ്സ് വരുന്ന രണ്ടും പരസ്പരം റെസിപ്രോക്കൽ ആയിരിക്കും. കണ്ടോ? സിഗ്മയും റോയും പരസ്പരം റെസിപ്രോക്കൽ ആണ്. കെയും ആറും പരസ്പരം റെസിപ്രോക്കൽ ആണ്. അപ്പൊ എന്താ പറയുക? റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ ആണെന്ന് അറിഞ്ഞിരിക്കുക. യൂണിറ്റ് അറിഞ്ഞിരിക്കുക. 1 റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് നേരത്തെ പറഞ്ഞു, ഓം മീറ്റർ ആണ്. അല്ലെ? ഓം മീറ്റർ മുകളിൽ വരുമ്പോൾ എന്ത് വരും? ഓം മുകളിൽ വരുമ്പോൾ ഓം റൈസ് ടു -1, മീറ്റർ മുകളിൽ വരുമ്പോൾ മീറ്റർ റൈസ് ടു -1. ഇതാണ് നമ്മുടെ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതേ ചോദിച്ചാൽ നിങ്ങൾ പറയൂലേ? സോ ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യുവാണ്? ഇപ്പൊ പഠിച്ച ഈ ടോപ്പിക്കിൽ നിന്നും പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിലോട്ട് പോവാണ്. ക്വസ്റ്റ്യൻസും കൂടെ ചെയ്ത് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ കോഴ്സിലെ എൻ്റയർ കോഴ്സിൽ ഈ എക്സാമിന് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്ത് നിങ്ങളെ അങ്ങ് സെറ്റ് ആക്കുമായിരിക്കും ചെയ്യുന്നത് കേട്ടോ. കാരണം എത്രത്തോളം ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമോ അത്രത്തോളം നിങ്ങളുടെ റാങ്ക് മുകളിലോട്ട് ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. കാരണം ഒരു തിയറി പഠിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് നിങ്ങൾ അത് തിയറിയെ കുറിച്ച് കൃത്യമായിട്ട് അറുത്ത് മുറിച്ച് പഠിക്കാന്ന് പറയില്ലേ, അങ്ങനെ പഠിക്കുന്നത്. യെസ്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. അക്കോർഡിംഗ് ടു ഓംസ് ലോ, ദി റിലേഷൻ ബിറ്റ്വീൻ റെസിസ്റ്റൻസ്, കറണ്ട് ആൻഡ് വോൾട്ടേജ് I = V/R, അതാണ് റിലേഷൻ. ബാക്കിയെല്ലാം തെറ്റാണ്. നമ്മുടെ V = IR എന്നുള്ള റിലേഷൻ ഓർത്തിരുന്നാൽ മതി. V = IR, ഒറ്റ ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി കേട്ടോ. അപ്പൊ I = എന്ത് വരും? V/R എന്ന് വരും. യെസ്. അടുത്തത്, വിച്ച് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ്. നമ്മൾ പഠിച്ചില്ലേ? റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ലെങ്ത്, റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. അപ്പൊ പറ, റെസിസ്റ്റൻസും ടെമ്പറേച്ചർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ല, റെസിസ്റ്റൻസും ലെങ്തും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ല, കണ്ടക്ടൻസും റെസിസ്റ്റൻസും ആണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. റെസിസ്റ്റൻസും ഏരിയ ക്രോസ് സെക്ഷൻ എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇതാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? കാര്യം മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടപ്പ് ആൻസർ കിട്ടും. ഇനി ഇപ്പൊ പറഞ്ഞ രണ്ടും അല്പം ബേസിക് ലെവൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി അത്യാവശ്യം അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട്.
അപ്പൊ ഈ അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് എത്രത്തോളം നിങ്ങൾ ചെയ്യാൻ കാപ്പബിൾ ആണ് എന്നതിനെ ബേസ് ചെയ്താണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് എവിടെ വരണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാക്കി പഠിച്ച് ചെയ്തു പോവാം. ഓക്കെ, സോ രണ്ട് മെത്തേഡിൽ ഞാനത് ചെയ്തു തരാം. കുറച്ച് സമയം എടുത്ത് തന്നെ നമുക്ക് ചെയ്യാം. രണ്ട് മെത്തേഡിൽ നമുക്ക് ചെയ്തു തരാം. എന്നിട്ട് ഈസി മെത്തേഡ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. ഞാൻ രണ്ടാമത് ചെയ്യാൻ പോകുന്ന മെത്തേഡിലായിരിക്കും ഇനി അങ്ങോട്ട് എൻറ്റയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതാണ് കൺഫ്യൂഷൻ ഒഴിവാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ പറ്റുന്നത്. യെസ്, അപ്പൊ എന്താണ് ദി റെസിസ്റ്റൻസ് ഓഫ് എ വയർ ഈസ് ആർ. ഒരു വയറിന്റെ റെസിസ്റ്റൻസ് ഉണ്ട്, ആ റെസിസ്റ്റൻസ് ആർ ആണ്. ഇനി അടുത്ത രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇഫ് ഇറ്റ്സ് ലെങ്ത് ഈസ് ഡബിൾഡ്, ആദ്യം ലെങ്ത് ഡബിൾ ആക്കിയെന്ന് വെച്ചാൽ ഇരട്ടിയാക്കിയെന്ന് അർത്ഥം. ആദ്യം ലെങ്ത് എൽ ആയിരുന്നു, അതിനെ നമ്മൾ എന്താക്കി മാറ്റി, 2L ആക്കി മാറ്റി. ഡബിൾ ആക്കിയെന്ന് വെച്ചാൽ ഇരട്ടിയല്ലേ, 2L ആക്കി മാറ്റി. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചേ. ആൻഡ് ഡയമീറ്റർ ഈസ് ഹാഫ്ഡ്. ഡയമീറ്റർ എന്ന് വെച്ചാൽ പകുതിയാക്കി, ഡി എന്നുള്ള എന്തായിട്ട് മാറ്റി, D/2 ആക്കി മാറ്റി. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണേ, ഒരു വയറിന്റെ ഡയമീറ്റർ എന്ന് വെച്ചാൽ അറിയാലോ, ഡയമീറ്റർ ഡബിൾ ആക്കിയാൽ റേഡിയസും ഡബിൾ ആവും. ഡയമീറ്റർ പകുതിയാക്കിയാൽ റേഡിയസും പകുതിയാവും. ഇവിടെ ഡയമീറ്റർ പകുതിയാക്കി, സ്വാഭാവികമായിട്ടും റേഡിയസും എന്ത് ചെയ്യും, പകുതിയാകും. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഡയമീറ്ററിന്റെ റേഷ്യോ റേഡിയസിന്റെ റേഷ്യോ ഒക്കെ ഓൾവേസ് ഈക്വൽ ആയിരിക്കും. കേട്ടല്ലോ, അത് എപ്പോഴും മനസ്സിൽ വേണം കേട്ടോ. ഡയമീറ്റർ ആയിരിക്കും തരിക, നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന റേഡിയസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇറ്റ്സ് ന്യൂ റെസിസ്റ്റൻസ് വിൽ ബി. അപ്പൊ ഒരു കണ്ടക്ടർ വയർ എടുത്തു, ആ കണ്ടക്ടറിന്റെ ലെങ്ത് ഇരട്ടിയാക്കി, റേഡിയസ് പകുതിയാക്കി. അങ്ങനെയാണെങ്കിൽ പുതിയ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? റെസിസ്റ്റൻസ് മാറുമെന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം അല്ലെ? കാരണം എന്ന് വെച്ചാൽ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്താ, R is equal to rho L by A ആണ്. ശരിയല്ലേ? അഥവാ ഇങ്ങനെ എഴുതാം, R is equal to rho L by ഏരിയ എന്ന് വെച്ചാൽ പൈ ആർ സ്ക്വയർ ആണ്. ഇതിനകത്ത് 6 വരുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഡയമീറ്ററിനെ മാറ്റി റേഡിയസ് ആക്കിയത്. ഡയമീറ്റർ പകുതിയാക്കിയ റേഡിയസും പകുതിയാവും. ഇനി പുതിയ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. പുതിയ റെസിസ്റ്റൻസ് ഞാൻ R2 എന്നെടുത്തോട്ടെ, അല്ലെങ്കിൽ R' എന്നെടുക്കാം. എന്തെങ്കിലും എടുത്താൽ നിങ്ങൾക്ക് എപ്പോൾ തോന്നുന്നത്, എന്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. റെസിസ്റ്റിവിറ്റി റോക്ക് ഒരു മാറ്റവും വരുത്തിട്ടില്ല, സെയിം വയർ തന്നെയാണ്, അതുകൊണ്ട് അത് മാറാൻ പോകുന്നില്ല. ലെങ്ത് L എന്നുള്ള എന്തായിട്ട് മാറ്റി, 2L ആക്കി മാറ്റി. ഡിവൈഡ് ബൈ പൈ കോൺസ്റ്റന്റ് അല്ലേ, മാറാനൊന്നും പോകുന്നില്ല. R സ്ക്വയർ, R എന്നുള്ള എന്തായിട്ട് മാറ്റി, R/2 ആക്കി മാറ്റി. R/2 ദ ഹോൾ സ്ക്വയർ. ഓക്കെ അല്ലേ? അപ്പോ ഇനി എങ്ങനെ എഴുതാം, 2 റോ L ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു R സ്ക്വയർ ഡിവൈഡ് ബൈ 2ന്റെ സ്ക്വയർ എന്താ, 4 ആണ്. അപ്പൊ R' ഇസ് ഈക്വൽ ടു എന്ത് വരും, 2 ഇൻറ്റു റോ L ഡിവൈഡഡ് ബൈ പൈ ആർ സ്ക്വയർ. ഈ ഡിവൈഡഡ് ബൈ 4 റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മുകളിൽ വരും. ഈ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നതൊക്കെ എങ്ങനെയാണെന്ന് ഡൗട്ട് ഉള്ളവർക്കൊക്കെ വേണ്ടി, ബേസ് നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ബേസിക് മാത്തമാറ്റിക്സ്, നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ബേസിക് മാത്തമാറ്റിക്സും കൂടെ നമ്മൾ ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബേസിക് മാത്തമാറ്റിക്സ് കണ്ടതിന് ശേഷം, അതായത് ഇതേപോലെ ന്യൂമറിക്കൽ കാൽക്കുലേഷൻ ഒക്കെ ഉൾപ്പെടുന്ന ബേസിക് കാൽക്കുലേഷൻ കണ്ടതിന് ശേഷം നമ്മുടെ ഈ ക്ലാസ് കാണുമ്പോഴത്തേക്കും അങ്ങ് സെറ്റ് ആകും കേട്ടോ. അപ്പൊ R' ഇസ് ഈക്വൽ ടു എന്ത് വരും, 2 ഇൻറ്റു 4 വരും, എന്ന് വെച്ചാൽ 8 വരും. റോ L ബൈ പൈ ആർ സ്ക്വയർ. ഇനി നോക്ക്, ഈ റോ L ബൈ പൈ ആർ സ്ക്വയർ എന്ന് വെച്ചാൽ ഈ 6 തന്നെയല്ലേ, ഇത് തന്നെയല്ലേ. അപ്പൊ നമുക്ക് എന്ത് വരും, അതിനെ എന്ത് എഴുതാം, R' ഇസ് ഈക്വൽ ടു 8 ഇൻറ്റു 6 എന്ന് എഴുതാം. സോ 8R ആണ് ആൻസർ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു മെത്തേഡും കൂടെ പറഞ്ഞുതരാം. ഈ മെത്തേഡാണ് സാധാരണഗതിയിൽ നമ്മൾ കൂടുതൽ ഉപയോഗിക്കാൻ ഞാൻ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ഈ റെസിപ്രോക്കൽ എടുക്കുന്നതും ഈ പൈയും റോയും ഒക്കെ കിടക്കുന്നതും ഒക്കെ ഒരു അധിക തെറ്റാണ്, അതൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവാൻ കാരണമാവും. സോ ഞാൻ വേറൊരു മെത്തേഡ് പറഞ്ഞുതരാം. ഈ മെത്തേഡാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുക. ഈ മെത്തേഡ് പഠിച്ചു വെച്ചാൽ തെറ്റാനുള്ള സാധ്യത ചിലപ്പോൾ കുറവായിരിക്കും. ഇത്രയും നിങ്ങൾ നോക്കിയാൽ മതി. നമ്മുടെ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്തായിരുന്നു, റോ L ബൈ പൈ ആർ സ്ക്വയർ ആണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, ഇതിലുള്ള കോൺസ്റ്റന്റ്സിനെ കളയാം. കോൺസ്റ്റന്റിനെ കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എഴുതണം. അറിയാലോ, പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ആക്കാം, കോൺസ്റ്റന്റ് ഇടും. കോൺസ്റ്റന്റ് ഒഴിവാക്കണമെങ്കിൽ ഈക്വൽ മാറ്റി പ്രൊപ്പോർഷണൽ ഇടണം. R പ്രൊപ്പോർഷണൽ ടു എന്തൊക്കെയുള്ള, ലെങ്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. പൈ പോയല്ലോ, പൈ കോൺസ്റ്റന്റ് ആണ്, അപ്പൊ R സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആണ്. ഇങ്ങനെ എഴുതാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതാൻ പറ്റിയേ, റോയും പൈയും കോൺസ്റ്റന്റ് ആണ്. ഇനി അടുത്ത് ഞാൻ എഴുതാൻ പോകുന്നത്, ഞാൻ കുറച്ച് ബേസിക് പറഞ്ഞുതരാം. ഞാൻ ബേസിക് ക്ലാസ്സിലെല്ലാം പറയും കേട്ടോ. നമ്മുടെ ബേസിക് ക്ലാസ്സിന്റെ ഫോൾഡർ എടുത്ത് നോക്കാൻ അതിനകത്ത് ഇതെല്ലാം ഉണ്ടാവും. എന്നാലും ജസ്റ്റ് ഞാൻ ഇവിടെ പറയുവാണ്. എ പ്രൊപ്പോർഷണൽ ടു ബി എന്ന് വെച്ചാൽ ഏതെങ്കിലും രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എ പ്രൊപ്പോർഷണൽ ടു ബി ആണെങ്കിൽ A1/A2 എന്ന് വെച്ചാൽ എന്തായിരിക്കും, B1/B2 ആയിരിക്കും.
ഇനി അതുപോലെ എ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബി എന്ന് വരുവാണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ എന്താണെന്ന് ഞാൻ പറയട്ടെ. A1/A2 ഇസ് ഈക്വൽ ടു B2/B1 ആയിരിക്കും. എന്തുകൊണ്ടാ B2/B1? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ടാണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിനെ ഞാൻ ഒന്ന് എഴുതി കാണിച്ചു തരാം. ഞാനിവിടെ R1/R2 എന്ന് എഴുതുവാണേ. R1 എന്ന് വെച്ചാൽ ആൾറെഡി ഉള്ള റെസിസ്റ്റൻസ്, R1ന്റെ വാല്യൂ ആണ് R എന്ന് പറഞ്ഞു തന്നിരിക്കുന്നത്. R2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, R1/R2 എന്ന് വെച്ചാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ വരുന്ന ക്വാണ്ടിറ്റി ആരാ? L അല്ലേ? അപ്പൊ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്ട് L1/L2 എന്ന് വരും. ഇനി ആറും ഇവിടെ എന്താ ഞാൻ എഴുതിക്കുന്നത്? ഇത് രണ്ടും നമ്മൾ മാറിപ്പോവും അല്ലേ? ഈ R എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് ആണ്, ഇതെന്ന് വെച്ചാൽ ഞാൻ സ്മോൾ ആർ ഇടാമേ, അതുകൊണ്ട് റേഡിയസ് ആണ്. റേഡിയസ് കാണിക്കാൻ വേണ്ടി ഞാൻ സ്മോൾ ആർ ഇടുവാണ്, അല്ലെങ്കിൽ രണ്ടും തമ്മിൽ മാറിപ്പോവും. ഓക്കെ, യെസ്. അപ്പോ ഇവിടെ ആറും റെസിസ്റ്റൻസും റേഡിയസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് ഞാൻ എന്ത് എഴുതുവാണ്? R2/R1 എന്ന് വരും. കണ്ടോ? പക്ഷെ സ്ക്വയർ ഉള്ളതുകൊണ്ട് ഞാൻ സ്ക്വയർ ഇട്ടു. രണ്ടും കൂടെ കോമൺ ആയിട്ട് ഹോൾ സ്ക്വയർ ഇട്ടാൽ മതി. അപ്പൊ R1 എന്ന് വെച്ചാൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 6 ആണ്, /R2 ഇസ് ഈക്വൽ ടു L1/L2. L1 എന്ന് വെച്ചാൽ L തന്നെയാണ്. L2 എന്ന് വെച്ചാൽ എത്രയാ? 2L ആണ്. L2 എന്ന് വെച്ചാൽ 2L ആണ്. ഇൻറ്റു R2 എന്ന് വെച്ചാൽ എന്താ? R2 എന്ന് വെച്ചാൽ R/2 ആണ്, രണ്ടാമത്തെ റെസിസ്റ്റൻസ് റേഡിയസ്. ഇനി R1 എന്ന് വെച്ചാൽ R തന്നെയാണ്. R2 എന്ന് വെച്ചാൽ R/2 ആണ്, R1 എന്ന് വെച്ചാൽ R തന്നെയാണ്, ഹോൾ സ്ക്വയർ. ഇനി ഇവിടുത്തെ ഈസിനെസ് വരുന്നത് ഇനിയാണ്, നോക്കണേ. എല്ലും കട്ടായി പോയി, ആറും കട്ടായി പോയി. ഇനി എളുപ്പമായില്ലേ? R ഇസ് ഈക്വൽ ടു എന്ത് വരും? R/R2 ഇസ് ഈക്വൽ ടു എന്ത് വരും? 1/2 ഇൻറ്റു 1/2 ദി ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ 1/4 ഈക്വൽ ടു 1/8. യെസ്. അപ്പോ ഇതിൽ നിന്ന് R2 ഇസ് ഈക്വൽ ടു എന്ത് വരും? 8R എന്ന് കിട്ടും. R2 ഇസ് ഈക്വൽ ടു 8R. കണ്ടോ? അപ്പോ നിങ്ങൾക്ക് ഞാൻ രണ്ട് മെത്തേഡിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് തോന്നുന്നത് അത് ചൂസ് ചെയ്യാം. ആൻഡ് ഇത് നിങ്ങൾക്ക് ഇപ്പൊ ആദ്യമായിട്ട് കേട്ടപ്പോ ഇതായിരിക്കും പലർക്കും അല്പം ഈസി ആയിട്ട് തോന്നുന്നത്. പക്ഷെ ശ്രദ്ധിക്കാം, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾ വൺസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കിട്ടും. കാരണം ഇത് നിങ്ങൾ ഒത്തിരി എഴുതി കണ്ടുപിടിക്കണം. ഇത് നിങ്ങളൊരു 10-15 ക്വസ്റ്റ്യൻ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പേന തൊടാതെ മൈൻഡ് കാൽക്കുലേഷനിലായിരിക്കും ചെയ്യുന്നത്. ഈ സ്റ്റെപ്പൊക്കെ മൈൻഡിൽ വരും, ഇക്വേഷൻ നിങ്ങളുടെ മൈൻഡിൽ വരും. അപ്പോൾ നിങ്ങളുടെ മൈൻഡിലിട്ട് തന്നെ ഇക്വേഷൻ കൊണ്ടുവരും. എന്നിട്ട് ഈ രൂപത്തിലാണ് വരുന്നത് മനസ്സിലാവും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? മൈൻഡിലിട്ട് തന്നെ ജസ്റ്റ് യെല്ലോ ആറൊന്നും ഇല്ലല്ലോ, ആ നമ്പേഴ്സ് മാത്രം കാൽക്കുലേറ്റ് ചെയ്ത് മൈൻഡിലിട്ട് തന്നെ കാൽക്കുലേറ്റ് 2 സെക്കൻഡ് നിങ്ങൾ ചിന്തിക്കുന്നു, ആൻസർ മാർക്ക് ചെയ്യുന്നു, അടുത്ത ക്വസ്റ്റിലോട്ട് പോകുന്നു, ആ ലെവലിലോട്ട് വരും. സോ ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ ഡിഫിക്കൽട്ട് ആണ്, എനിക്കറിയാം. ചെയ്ത് പ്രാക്ടീസ് ഉള്ളവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. അല്ലാതെ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇത് ഡിഫിക്കൽട്ട് ആണ്. ആൻഡ് നിങ്ങൾ വൺസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിങ്ങളൊരു പ്രോ ആയിട്ട് മാറും. ഓക്കെ അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. സോ അടുത്തൊരു ഇതുപോലത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനായിട്ട് വീണ്ടും കാണാം. താങ്ക്